ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൻ്റെ വിവാഹമോചനം സംഗീത സംവിധായകൻ AR റഹ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഭാര്യ സൈറ ബാനുവുമൊത്ത് സംയുക്ത പ്രസ്താവനയായാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതിന് മണിക്കൂറുകൾക്കകം റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചനം പ്രഖ്യാപിച്ചു. ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു. എന്നാൽ മോഹിനിയും റഹ്മാന്റെ മക്കളുമെല്ലാം ഈ അഭ്യൂഹങ്ങളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ റഹ്മാൻ നിയമ നടപടിയും സ്വീകരിച്ചു. ഇപ്പോൾ വിവാദങ്ങളിൽ പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് സൈറ ബാനു. 2 മാസങ്ങളായി മുംബൈയിലാണ് സൈറ ബാനു താമസിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടുകയാണ്. റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും പറഞ്ഞ സൈറ ബാനു അദ്ദേഹത്തിൻ്റെ പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഞാൻ സൈറ ബാനു ആണ്. ഇപ്പോൾ മുംബൈയിലാണ്. 2 മാസങ്ങളായി ഇവിടെയാണ്. ദയവ് ചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തരുത്. അദ്ദേഹത്തെ വെറുതെ വിടൂ. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ ലോകത്തെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. എന്തുകൊണ്ട് സൈറ ചെന്നൈയിൽ ഇല്ല എന്ന് പലരും ചോദിക്കുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ്. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും സ്വകാര്യത മാനിക്കണം. വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. ഞാൻ ഇരുവരും സ്നേഹത്തോടെയും 100% പരസ്പര ധാരണയോടെയും എടുത്ത തീരുമാനമാണിത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തരുത്, സൈറ ഓഡിയോ പ്രസ്താവനയിലൂടെ പറഞ്ഞു. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരുടെയും സംയുക്ത പ്രസ്താവന പങ്കുവച്ചത്. പരസ്പര ധാരണയോടെ ഇരുവരും പിരിയുകയാണെന്ന് അറിയിക്കുന്ന സംയുക്ത പ്രസ്താവനയാണ് സൈറയുടെ അഭിഭാഷക വന്ദന ഷാ പങ്കുവച്ചത്. പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള വിടവ് ഇരുവരുടെയും ബന്ധത്തിൽ രൂപപ്പെട്ടെന്നും അതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും അഭിഭാഷക വന്ദന ഷാ പ്രസ്താവനയിൽ അറിയിച്ചു. വിഷമകരമായ ഈ സാഹചര്യത്തിൽ ഇരുവരുടെയും സ്വകാര്യത മാനിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു.